പല നടന്മാരെ പല രൂപത്തിലാക്കാൻ വേണ്ടി കമലിന് പറ്റും. ഒരുപക്ഷെ അതിൻ്റെ ഒരു ആൾ ഇവിടെ വരുന്നത് എന്തോ സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. വരട്ടെ. നമസ്കാരം സാർ. ഒരു വ്യക്തി എന്ന നിലയ്ക്കും ഒരു ഡയറക്ടർ എന്ന നിലയ്ക്കും ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ് കമൽ സാർ. അത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റത്തിന് കാരണക്കാരനും കമൽ സാറാണ്. കാരണം ഞാൻ ചെയ്തുകൊണ്ടൊരു പാറ്റേൺ ഉണ്ടായിരുന്നു, കോമഡി ട്രാക്കായിരുന്നു. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു വേഷം സാർ എനിക്ക് തന്നിട്ടുണ്ട്. ഗദ്ദാമ എന്ന സിനിമയിൽ ഉസ്മാൻ, ആ പടം കണ്ടിട്ട് ഒരുപാട് പേര് വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. കാരണം അത് ഹ്യൂമർ മാത്രമല്ല, ഒരു പ്രത്യേകതരം ഒരു ക്യാരക്ടറാണ്. നല്ലൊരു ക്യാരക്ടർ റോള് കിട്ടിയ ആദ്യത്തെ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം ഗദ്ദാമ. ആ ഉസ്മാൻ എന്ന ക്യാരക്ടർ സാറ് എന്നെ വിളിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. എന്തുകൊണ്ടാണ് സാർ എന്നെ വിളിക്കാൻ കാരണം? അത് ഈ പ്രോഗ്രാമിലൂടെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. സുരാജിനെ അങ്ങനെ ഉസ്മാനായിട്ട് അന്ന് സങ്കല്പിക്കാൻ പറ്റില്ലായിരുന്നു. തീർച്ചയായിട്ടും പറ്റില്ലായിരുന്നു. കാരണം വളരെ കോമഡിയുള്ള ക്യാരക്ടേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കഥ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉസ്മാൻ എന്ന് പറയുന്ന ക്യാരക്ടറിന് അവസാനം ഒരു നെഗറ്റീവ് ടച്ച് ഉണ്ട്. അപ്പോൾ ഈ നെഗറ്റീവ് ടച്ച് ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ നെഗറ്റീവായിട്ടുള്ള ഒരാൾ ഇത് ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഡിയൻസ് ആദ്യമേ എക്സ്പെക്റ്റ് ചെയ്യും ഇവൻ എന്തോ കുഴപ്പമുണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതും ഒരു ഘടകമായിരുന്നു. അപ്പോൾ അന്നത്തെ നിലക്ക് ആദ്യം വരുന്ന പേര് സലീംകുമാറിൻ്റെ ആകേണ്ടതാണ്. കാരണം എൻ്റെ എല്ലാ സിനിമകളിലും സലീംകുമാറുണ്ട്. ഇത്തരം ക്യാരക്ടർ സലീംകുമാർ ചെയ്യുന്ന ഒരാളുമാണ്. അപ്പോൾ എൻ്റെ റൈറ്റേഴ്സും അവരങ്ങനെ, ഇപ്പോൾ കെ യുക്ബാലിൻ്റെ ആയിരുന്നു കഥ, അത് ഗിരീഷ് കുമാറിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി, ഞാനും ഗിരീഷ് കൂടി ചേർന്നിട്ട് എഴുതിയത്. ആദ്യം അവരെൻ്റെ അടുത്ത് വന്ന് നമുക്ക് സലീംകുമാർ ഈ ക്യാരക്ടർ ഉസ്മാനായിട്ട്, അപ്പോൾ ഞാൻ പറഞ്ഞു സലീംകുമാർ ചെയ്താൽ സലീംകുമാർ മുൻപ് ചെയ്ത കഥാപാത്രങ്ങൾ പോലെ തന്നെ ഇരിക്കും, അതിൻ്റെ അകത്തൊരു പ്രത്യേകത ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു സുരാജ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവുമെന്ന് ചോദിച്ചു. ആദ്യം ഗിരീഷൊക്കെ പറഞ്ഞു അയ്യോ സുരാജ് അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുമോ? ഞാൻ പറഞ്ഞു അതൊരു ചലഞ്ചല്ലേ, നമുക്ക് സുരാജിനെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും. എനിക്ക് നല്ല വിശ്വാസം, കാരണം സുരാജ് നല്ല ആക്ടറാണ്, അയാൾ ഉപയോഗിക്കുക എന്നുള്ളത് നമ്മുടെ കൂടി ഒരു ഉത്തരവാദിത്വമാണെന്ന് തോന്നിയിട്ടാണ് സുരാജിനെ വിളിക്കുന്നത്. സുരാജ് എന്തോ ഒരു തമാശ ക്യാരക്ടർ ചെയ്യാന്നുള്ള രീതിയിലാണ് ദുബായിൽ വന്നത്. അപ്പോൾ എന്തൊക്കെയോ കാണിച്ചു, അതിനിടയിൽ 4-5 പ്രോഗ്രാമും കൂടി ഏറ്റിട്ട് അഡ്ജസ്റ്റ്മെന്റിൽ അഭിനയിക്കാൻ വേണ്ടി അതെ അതിന്റെ കൂട്ടത്തിൽ അവിടെ ദുബായിൽ അഭിനയിക്കാൻ വന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ഇങ്ങനെ വന്ന് എന്ത് ക്യാരക്ടറൊന്നും അറിയില്ല. ഞാൻ ക്യാരക്ടർ പറഞ്ഞപ്പോൾ സുരാജ് ഇങ്ങനെ കുറച്ച് നേരം ഇരുന്ന് പോയി. ഞാൻ ചോദിച്ചു എന്തേ പെട്ടെന്ന് മുഖമൊക്കെ സീരിയസ് ആയില്ലെന്ന് ചോദിച്ചു. അല്ല ഒരു 3-4 പ്രോഗ്രാം ഉണ്ട് സാർ എന്നെ വിടുമോ, കാരണം ഇത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രോഗ്രാമിന് കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം, പക്ഷേ ഈ ക്യാരക്ടർ ചെയ്യണമെങ്കിൽ സുരാജ് കൂടെ നിന്ന് അത് ചെയ്യണമെന്ന് പറഞ്ഞു. സാറേ ഞാൻ ഇനി ഇവിടെ ഉണ്ട്, ഞാൻ സാറ് പറഞ്ഞാലും പോവില്ല എന്ന് പറഞ്ഞിട്ട് കൂടെ നിന്നു. സുരാജിനെ അത് തിരിച്ചറിയാൻ പറ്റിയെന്നുള്ളതാണ്, ആ ക്യാരക്ടറിൻ്റെ ഒരു ഡെപ്ത് തിരിച്ചറിയാൻ പറ്റി.